Dear students, this is Arts Tech Tutorials. Spectrum, Literature and Contemporary Issues. Moving on to Module 4, Marginalized and Their Rights. Today we will be discussing UN speech by Malala Yousafzai. The UN speech was given on her 16th birthday in 2013, 9 months after being shot by the Taliban. She addressed the United Nations as part of her campaign to ensure free education as well as women's rights and urged the world leaders to change their policies and resort to strict action against illiteracy, poverty and terrorism. സോ ഇതൊരു ആമുഖം പോലെയാണ് ഞാനിവിടെ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ എക്സ്പ്ലനേഷൻ നമ്മുടെ UN സ്പീച്ചിൽ ഞാൻ നൽകുന്നുണ്ട്, ലൈൻ ബൈ ലൈൻ, വേർഡ് ബൈ വേർഡ് നൽകുന്നുണ്ട്. എനിവേ, ഇതൊരു ചെറിയൊരു ആമുഖമാണ്. അതായത് താലിബാൻ തന്നെ വെടിവെച്ച് ഇട്ടതിന് 9 മാസങ്ങൾക്ക് ശേഷം മലാലയുടെ 16ാം പിറന്നാൾ, അതായത് ജൂലൈ 12 തൻ്റെ 16ാം പിറന്നാളിൻ്റെ ആ ദിവസം യുണൈറ്റഡ് നേഷൻസിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. ഓക്കെ, ഇയർ എന്ന് പറയുന്നത് 2013 ആണ്. ആ അഡ്രസ്സിങ് അല്ലെങ്കിൽ അവിടെ മലാല യൂസഫ്സായി നൽകിയ ആ ഫേമസ് സ്പീച്ച് ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടായിരുന്നു യുണൈറ്റഡ് നേഷൻസിൽ അവൾ അല്ലെങ്കിൽ മലാല നൽകിയ ആ സ്പീച്ച് എന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ലോക നേതാക്കന്മാരെയും അവൾ ഏർജ് ചെയ്യുകയായിരുന്നു. ഏർജ് മീൻസ് എന്ന് പ്രേരിപ്പിക്കുകയാണ്, ടു ചേഞ്ച് ദ പോളിസി, അതായത് അവരുടെ രാജ്യത്തിലുള്ള പോളിസീസ്, അവരുടെ മറ്റു സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ മെഷേഴ്സ്, പദ്ധതികൾ എന്തിനു വേണ്ടിയിട്ട് ഇലിറ്ററസിക്കും പോവേർട്ടിക്കും ടെററിസത്തിനും എതിരായിട്ടുള്ള പോളിസീസ് രൂപകൽപ്പന ചെയ്യുവാനായിട്ട് എല്ലാവരെയും അവൾ ഈ പ്രസംഗത്തിലൂടെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ പോവേർട്ടിയും ടെററിസവും ഇലിറ്ററസിയും ഇല്ലാതാക്കുവാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുകയാണ്. Let's move on with the text of UN speech by Malala Yousafzai. In the name of God, the most beneficent, the most merciful. So she started in this way. Since she's a strong believer in God, അവൾ തുടങ്ങിയത് പരമകാരുണ്യവാനും ദയാലുമായ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിൽ. Then she greets the high officials of UN Assembly. ആരൊക്കെയാണത്? Continues. Honorable UN Secretary General Mr. Ban Ki-moon, respected President of the General Assembly Wuk Jeremic, Honorable UN Envoy for Global Education Mr. Gordon Brown, respected elders and my dear brothers and sisters. So ആദ്യം ഈ ഒരു ആദ്യ വാക്കുകളിൽ ഷീസ് ആക്ച്വലി ഗ്രീറ്റിംഗ് ഞാൻ പറഞ്ഞു. അപ്പോൾ 8th UN സെക്രട്ടറി ജനറലായ ബാൻ കി മൂൺ ആ ഒരു സദസ്സിലുണ്ട്. ദെൻ അവിടുത്തെ ജനറൽ അസംബ്ലിയുടെ പ്രസിഡൻ്റായ വുക് ജെറമിക് ഉണ്ട്. സോ ഷീ ഗ്രീറ്റ്സ് ദീസ് ഹൈ ഒഫീഷ്യൽസ്. ദെൻ ഗ്ലോബൽ എഡ്യൂക്കേഷൻ്റെ യുണൈറ്റഡ് നേഷൻസിൻ്റെ വക്താവായിട്ട് പ്രവർത്തിക്കുന്ന, ആ സമയത്ത് പ്രവർത്തിച്ചിരുന്ന മിസ്റ്റർ ഗോർഡൻ ബ്രൗൺ. അപ്പോൾ അവരെല്ലാം ഗ്രീറ്റ് ചെയ്തിട്ട് ദെൻ മൂവിങ് ഓൺ ടു ദ റെസ്റ്റ് ഓഫ് ദ ഓഡിയൻസ്, റെസ്പെക്റ്റഡ് എൽഡേഴ്സ് ആൻഡ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇതിൽ പറയുന്ന ഈ UN സ്പീച്ച് പറയുന്ന എല്ലാ ലൈൻസും ഓരോ ആശയങ്ങളും സെൻറ്റൻസസും വെരി ഈസിയാണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ഈസി ടു ക്യാച്ച്. സോ അങ്ങനെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഇൻ ദ ബിഗിനിങ് ഷീ ഗ്രീറ്റഡ് in the proper way. She continues, I don't know where to begin my speech. I don't know what people would be expecting me to say, but first of all, thank you to God for whom we all are equal, and thank you to every person who has prayed for my fast recovery and new life. I cannot believe how much love people have shown me. I have received thousands of good wish cards and gifts from all over the world. Then she turned to those people who has shown kindness, then who prayed for her fast recovery. അവളുടെ പൂർവ്വസ്ഥിതിയിലേക്ക്, ആരോഗ്യസ്ഥിതിയിലേക്ക് വരുവാനായിട്ട് പ്രാർത്ഥിച്ചവരെയും പ്രവർത്തിച്ചവർക്കും വേണ്ടിയിട്ട് അവൾ നന്ദി പറയാണ്. സോ ഷീ ഈസ് എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ്. അതാണ് ഇവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. ഫസ്റ്റ് ഓഫ് ഓൾ, മോസ്റ്റ് ഓഫ് ഓൾ, അവൾ ഈശ്വരനെ തന്നെയാണ് ആദ്യമായിട്ട് ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നന്ദി പറയുന്നത്. ഗോഡിന് നന്ദി പറയുകയാണ്.
സോ അതിനു മുമ്പായിട്ട് ഐ ഡോണ്ട് നോ വെയർ ടു ബിഗിൻ മൈ സ്പീച്ച്. എനിക്ക് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നെനിക്കറിയില്ല, എന്താണ് ജനം എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഷീ മൂവ് ഓൺ ബൈ എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഒരു സിൻസിയാരിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മലാലയുടെ സ്പീച്ചിൽ. അവളുടെ ഫാസ്റ്റ് റിക്കവറിക്കും ന്യൂ ലൈഫ്, പുതിയൊരു ജീവിതത്തിലേക്ക് വരുവാനായിട്ട് പ്രാർത്ഥിച്ചവരെ അവൾ ഓർക്കുന്നു, നന്ദി പറയുന്നു. സോ ഐ കനോട്ട് ബിലീവ്, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സോ ദീസ് വേർഡ്സ് ആർ സോ സിമ്പിൾ. ഐ ഹോപ്പ് ബൈ ദിസ് ടൈം യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ്. ലോകമെമ്പാടും നിന്നും എനിക്ക് ഒത്തിരി ഗുഡ് വിഷ് കാർഡ്സ്, അതായത് ഇവിടെ ഞാൻ സ്ലൈഡ് വെച്ചേക്കുന്നത് പോലെ ഗെറ്റ് വെൽ സൂൺ എന്നുള്ള അത്തരത്തിലുള്ള വിഷ് കാർഡ്സ്, ദെൻ അതർ ഗിഫ്റ്റ്സ്. ആ സമയത്ത് 15th ഏജ്ഡ് ഗേൾ ആയിരുന്നു. അപ്പോൾ ടോയ്സും ഗിഫ്റ്റ്സും ഒക്കെ ഈ മലാലയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. സോ അതിനെല്ലാം ഓർത്തുകൊണ്ട് ഷീ ഈസ് ആക്ച്വലി എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ്. സോ ഇൻ ദിസ് വേ, ഈ ഒരു രീതിയിലാണ്, ഈ ഒരു മെത്തേഡിലാണ് ഏതൊരു നല്ലൊരു ഒഫീഷ്യലായിട്ടുള്ള ഒരു സ്പീച്ചും തുടങ്ങേണ്ടത്. സോ ദിസ് ഈസ് ആക്ച്വലി എ ഗുഡ് എക്സാമ്പിൾ ഫോർ എ ഗുഡ് സ്പീച്ച്, എ ഫേമസ് സ്പീച്ച്. ലെറ്റ്സ് മൂവ് ഓൺ. താങ്ക് യു ടു ഓൾ ഓഫ് ദം. Thank you to the children whose innocent words encouraged me. Thank you to my elders whose prayers strengthened me. I would like to thank my nurses, doctors, and the staff of the hospitals in Pakistan and the UK and the UAE government who have helped me to get better and recover my strength. So thank you. In this slide also, through these sentences, through these words, she is expressing the essence of gratitude. ഓക്കെ, തന്നെ ചികിത്സിച്ച നഴ്സസ്, ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ UAE ഗവൺമെൻറ്, ദെൻ ഹോസ്പിറ്റൽ സ്റ്റാഫ്. സോ ഷീ ഈസ് ആക്ച്വലി എക്സ്പ്രസിങ് a lot of words regarding gratitude. Thank you. Next, ഫ്രം ഹിയർ വി ക്യാൻ സേ, ഒരു ഒഫീഷ്യലായിട്ടൊരു അവളുടെ പ്രസംഗം തുടങ്ങുന്നത് ഇവിടെ നിന്ന് പറയാൻ സാധിക്കും. ബിക്കോസ് ആദ്യം ഗ്രീറ്റ് ചെയ്തു, ദെൻ നന്ദി പറഞ്ഞു, ദെൻ ഷീ മൂവിങ് ഓൺ ടു ദ കോർ ഓഫ് ദ എസൻസ് ഓഫ് ദ സ്പീച്ച്. I fully support UN Secretary General Ban Ki-moon in his Global Education First initiative and the work of UN Special Envoy for Global Education Gordon Brown and the respectful President of the UN General Assembly Wook Jeremic. So, ഇവിടെ ഈ ഹൈ ഒഫീഷ്യൽസ്, അവിടുത്തെ ഹൈ ഒഫീഷ്യൽസായ ബാൻ കി മൂൺ, ദെൻ ഗോർഡൻ ബ്രൗൺ, ജുക് ജെറമിക്, അവരൊക്കെ ചെയ്യുന്ന നോബിളായിട്ടുള്ള പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുകയാണ്, സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതിനെ ഒന്ന് പിന്താങ്ങിക്കൊണ്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഐ താങ്ക് ദം ഫോർ ദ ലീഡർഷിപ്പ് ദേ കണ്ടിന്യൂ ടു ഗിവ്. They continue to inspire all of us to action. So these high officials of UN Assembly, they are actually motivation അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആണ് ഞങ്ങൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസംഗ ആരംഭം അവിടെ കുറിച്ചിട്ടു. Malala continues, Dear brothers and sisters, do remember one thing. Malala Day is not my day. Today is the day of every woman, every boy and every girl who have raised their voice for their rights. There are hundreds of human rights activists and social workers who are not only speaking for human rights, but who are struggling to achieve their goals of education, peace, and equality. So in this way, she continues regarding her day. അവളുടെ ഡേയെ കുറിച്ച് പറയുകയാണ്. നമുക്കറിയാം, മലാല ഡേ എന്ന് പറയുന്നത് മലാലയുടെ ജന്മദിനത്തെയാണ്. മലാലയുടെ ബർത്ത്ഡേ ജൂലൈ 12th ആണ്. അത് ഞാനിവിടെ സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഡേ ഈസ് ആക്ച്വലി കമമറേറ്റിംഗ് ആസ് ഇൻ്റർനാഷണൽ മലാല ഡേ. സോ ആ ദിവസത്ത്, ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഡേ ഇറ്റ് സെൽഫ്, മലാല ഈസ് അഡ്രസ്സിങ് ദ UN അസംബ്ലി. UN അസംബ്ലി അന്നേ ദിവസം, ആ മലാല ഡേ ആയ തൻ്റെ ബർത്ത്ഡേ ആയ ജൂലൈ 12 UN അസംബ്ലി അഡ്രസ്സ് ചെയ്യുന്നു. അപ്പോൾ പറയുവാണ്, ദിസ് ഡേ ഈസ് നോട്ട് മൈ ഡേ അലോൺ. ഇത് എൻ്റെ ഡേ മാത്രമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല, ഷീസ് അഡ്രസ്സിങ് ദ ഓഡിയൻസ് ആസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സഹോദരങ്ങളായിട്ട് ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് നമുക്ക് കാണുവാൻ സാധിക്കും. ലൈക്ക് വിവേകാനന്ദ അഡ്രസ് ദ ഓഡിയൻസ് ഇൻ 1893 വെൻ ഹി അഡ്രസ്ഡ്, അതായത് ആഗോള മതസമ്മേളനം, ഷിക്കാഗോയിൽ വെച്ച് നടന്ന ആഗോള മതസമ്മേളനത്തെ വിവേകാനന്ദ അവിടെ ഇരുന്ന ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തതുപോലെ ഇവിടെ മലാലയും ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ് അവിടുത്തെ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്നത്.
ടുഡേ ഇസ് ദ ഡേ ഓഫ് എവരി വുമൺ. അപ്പോൾ ഇനി പറയുന്നത് ഈ ദിവസം, ദിസ് മലാല ഡേ എന്ന് പറയുന്ന ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ത്രീയുടെയും ഏതൊരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും കൂടി ദിവസമാണ്. അതായത് അവരുടേതായ അവകാശങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ത്രീയുടെയും കുട്ടിയുടെയും പെൺകുട്ടിയുടെയും ദിവസമാണ് ഇന്ന്. There are hundreds പറഞ്ഞു. ഈ ലോകത്ത് ഇപ്പോൾ ഒത്തിരി നൂറുകണക്കിന് മനുഷ്യാവകാശ പ്രവർത്തകർ, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ ഉണ്ട്. അവരുടെ മാത്രം ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രവർത്തിക്കുന്നത്. ദേ ആർ സ്ട്രഗ്ലിംഗ് മീൻസ് ഫൈറ്റിംഗ്. ദേ ആർ ആക്ച്വലി സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ് ആൻഡ് ഓൾസോ ദേ ഫൈറ്റ് ടു സർവൈവ്. അവർ അതിജീവിക്കുവാൻ വേണ്ടി പോരാടുകയാണ്. അവരുടെ ലക്ഷ്യങ്ങൾ നേടുവാനായിട്ട് പോരാടുകയാണ്. വാട്ട് ആർ ദെയർ ഗോൾസ്? അവരുടെ ഗോൾസ് ഇതൊക്കെയാണ്: എഡ്യൂക്കേഷൻ, പീസ് ആൻഡ് ഇക്വാളിറ്റി. വിദ്യാഭ്യാസത്തിനും സമാധാനം നിലനിർത്തുവാനും സമത്വം എല്ലാവരിലേക്കും എത്തിക്കുവാനായിട്ട് പോരാടുന്ന മനുഷ്യാവകാശ പ്രവർത്തകരുടെയും സോഷ്യൽ വർക്കേഴ്സിൻ്റെയും ഒക്കെ ദിവസമായിട്ടൊന്ന് മാറുകയാണ്. ബിക്കോസ് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒത്തിരി നൂറുകണക്കിന് മനുഷ്യാവകാശ പ്രവർത്തകർ ഉണ്ട് നമുക്ക് ചുറ്റും. She continues, thousands of people have been killed by the terrorists and millions have been injured. I am just one of them. So here I stand, one girl among many. I speak not for myself, but so those without a voice can be heard. Those who have fought for their rights, their right to live in peace, their right to be treated with dignity, their right to equality of opportunity, their right to be educated. ഇനി ഇവിടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയെ ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ബീൻ കിൽഡ്. ആയിരക്കണക്കിന് ജനങ്ങൾ ഇതിനോടകം തീവ്രവാദികളുടെ പീഡനങ്ങളാൽ അല്ലെങ്കിൽ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദശലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനോടകം ഇഞ്ചേർഡ് ആയിരിക്കുകയാണ്, പരിക്കേറ്റുകൊണ്ടേയിരിക്കുന്നു. ഐ ആം ജസ്റ്റ് വൺ ഓഫ് ദം. അപ്പോൾ അതിൽ ഒരാൾ മാത്രമാണ് ഞാൻ മേ ബി ഈശ്വര കടാക്ഷത്താൽ അല്ലെങ്കിൽ നേഴ്സസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും നല്ല പരിചരണം കാരണം ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കുന്നു. സോ ഹിയർ ഐ സ്റ്റാൻഡ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. സോ ഹിയർ ഐ സ്റ്റാൻഡ്, വൺ ഗേൾ എമംഗ് മെനി. ഒത്തിരി പെൺകുട്ടികളിൽ ഒരാളായിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. ഒത്തിരി പെൺകുട്ടികൾ ഇതിനോടകം കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒത്തിരി പെൺകുട്ടികൾ ഇതിനോടകം ഇൻജേർഡ് ആയിരിക്കുന്നു. ഒത്തിരി പെൺകുട്ടികൾ ഇതിനോടകം പരിക്കിൽ നിന്നും ഭേദമായി ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരാളായി ഞാൻ നിൽക്കുകയാണ്. ഐ സ്പീക്ക് നോട്ട് ഫോർ മൈ സെൽഫ് ബട്ട് സോ ദോസ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അതായത് സംസാരിക്കുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ട്, സംസാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശബ്ദം നിലച്ചു പോയവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്റ്റാൻഡ് ചെയ്യുന്നത്, സ്പീക്ക് ചെയ്യുന്നത്. സോ ദോസ് ഹു ഹാവ് ഫോട്ട് ഫോർ ദെയർ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, മേ ബി നേരത്തെ പറഞ്ഞ സോഷ്യൽ ആക്ടിവിസ്റ്റ്, ദെൻ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്, അവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി ഞാനിവിടെ നിൽക്കുകയാണ്. ദെയർ റൈറ്റ് ടു ബി ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി. അവരെ ഏറ്റവും മാന്യതയോടെ നോക്കിക്കാണണമെന്നുള്ള, മാന്യതയോടെ പരിചരിക്കണമെന്നുള്ള അവരുടെ അവകാശം, ആ അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഓൾ ഹ്യൂമൻസ് ആർ ആക്ച്വലി ഈക്വൽ ഇൻ വൺ വേ ഓർ ദ അതർ. അപ്പോൾ ആ ഒരു രീതി, എല്ലാവരും സമത്വരാണ്, തുല്യരാണ്, എല്ലാവർക്കും അവരുടേതായ റെസ്പെക്റ്റബിലിറ്റി ഈ സൊസൈറ്റിയിലുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ്, അതൊരു അവകാശമാണ്. ദാറ്റ് ഈസ് ആക്ച്വലി എ ബേസിക് റൈറ്റ്. ആ ഒരു അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ദെയർ റൈറ്റ് ടു ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, തുല്യ അവകാശം, തുല്യ അവസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ദെയർ റൈറ്റ് ടു ബി എഡ്യൂക്കേറ്റഡ്, അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ള ആ അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. സോ ചില കാര്യങ്ങൾ ഇങ്ങനെ വളരെ പിൻ പോയിൻ്റ് ചെയ്തുകൊണ്ട്, വളരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറയാണ്. അതൊന്നുകൂടെ ഒന്ന് മനസ്സിലാക്കണം. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, സമാധാനത്തോടെ ജീവിക്കുവാനുള്ള അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട്, നെക്സ്റ്റ് മാന്യതയോടെ അവരെ നോക്കിക്കാണണം, അവരോട് പെരുമാറണം എന്നുള്ള ആ അവകാശത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ തുല്യ അവസരം ലഭിക്കണം, തുല്യ അവസരം കിട്ടണമെന്നുള്ള അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ള ആ അവകാശത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സോ ദീസ് വേർഡ്സ് ആർ സോ ക്ലിയർ, സോ ഈസി ടു അണ്ടർസ്റ്റാൻഡ്, സിമ്പിൾ വേർഡ്സ്. Try to be in your mind. Okay. Next, dear friends, on 9 October 2012,
The Taliban shot me on the left side of my forehead. They shot me friends too. They thought that the bullets would silence us, but they failed. സോ ഇവിടെ മലാല തൻ്റെ ജീവിതത്തിലുണ്ടായ ആ ഒരു നിർഭാഗ്യ അവസ്ഥ, നിർഭാഗ്യകരമായ ആ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. പ്രിയ കൂട്ടുകാരെ, ഈ പറഞ്ഞ ഡേറ്റിൽ ഓൺ ദാറ്റ് 9th October താലിബാൻ സൈന്യം എൻ്റെ ഫോർഹെഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇടതുവശത്തേക്ക് ബുള്ളറ്റ് പായിച്ചു, വെടിയുതിർത്തു. എൻ്റെ കൂട്ടുകാരികളെയും അവർ എന്ത് ചെയ്തു? വെടിവെച്ചിട്ടു. അപ്പോൾ അവർ കരുതിയത് അവരുടെ ആ ബുള്ളറ്റ്സ് കൊണ്ട്, അവരുടെ റൈഫിൽ നിന്നും തെറിച്ചു വീണ ബുള്ളറ്റ്സ് കൊണ്ട് എൻ്റെ ശബ്ദത്തെ നിലയ്പ്പിക്കാം അല്ലെങ്കിൽ നിർത്തിക്കളയാമെന്ന് കരുതി. ബട്ട് ദേ ഫെയിൽഡ്. പക്ഷേ എന്ത് ചെയ്തു? അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ദേ ആർ ആക്ച്വലി ഡിഫീറ്റഡ്. ഷീ മൂവ്സ് ഓൺ and out of that silence came thousands of voices. The terrorists thought they would change my aims and stop my ambitions, but nothing changed in my life except this. Weakness, fear and hopelessness died. Strength, power and courage were born. I am the same Malale. My ambitions are the same, my hopes are the same, and my dreams are the same. വെരി പവർഫുൾ വേർഡ്സ്. വളരെ ശക്തമായ വാക്കുകളാണ് മലാലയിൽ നിന്നും ഈ സമയം എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് വീഴുന്നത്. ആൻഡ് ഔട്ട് ഓഫ് ദാറ്റ് സൈലൻസ്. സോ ആ നിശബ്ദതയിൽ നിന്നും മേ ബി എന്നെ അല്പസമയത്തേക്ക് അവർക്ക് നിശബ്ദരാക്കുവാൻ സാധിച്ചു. അവരുടെ ആ ബുള്ളറ്റ്സിന്, റൈഫിൽ നിന്നും പാഞ്ഞു വന്ന ബുള്ളറ്റ്സിന് അല്പസമയത്തേക്ക് എന്നെ നിശബ്ദതയാക്കാൻ സാധിച്ചു. ബട്ട് ആ നിശബ്ദതയിൽ നിന്നും ആയിരക്കണക്കിന് പ്രതിസ്വരങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളതാണ്. ആയിരക്കണക്കിന് വോയിസസ് അതിൽ നിന്നും പോപ്പ് ചെയ്തു. ടെററിസ്റ്റ് കരുതിയത് ഒരു പക്ഷേ അവർക്ക് ആ ഒരു ബുള്ളറ്റ്സിലൂടെ, വെടിവായിച്ചതിലൂടെ എൻ്റെ ലക്ഷ്യങ്ങളെ, എൻ്റെ ആംബിഷൻസിനെ ഒക്കെ, എയിംസിനെ, ആംബിഷൻസിനെ തകർത്ത് കളയാം, എന്നേക്കുമായി നിർത്തിക്കളയാമെന്ന് കരുതി. ബട്ട് നത്തിങ് ചേഞ്ച് ഇൻ മൈ ലൈഫ് എക്സെപ്റ്റ് ദിസ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നും, വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. ചില കാര്യങ്ങൾ ഒഴികെ വേറെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല, മാറ്റങ്ങളുണ്ടായില്ല. എന്താണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ചെറിയ മാറ്റങ്ങൾ? Weakness, fear and hopelessness died. See, weakness, weakness, ബലഹീനത, ഭയം, പ്രതീക്ഷയില്ലാത്ത അവസ്ഥ, അതെല്ലാം എന്ത് ചെയ്തു? ഡൈഡ്. അത് ഇവിടെ കൊല ചെയ്യപ്പെട്ടു. അവർ എന്നെ കൊല ചെയ്യാനായിട്ട് കരുതി, എന്നെ കൊല ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ എന്നിൽ നിന്നും കൊല ചെയ്യപ്പെട്ടത് എന്താണ്? എന്നിലെ വീക്ക്നെസ്, എന്നിലെ ബലഹീനത, എന്നിലെ ഭയം, എന്നിലെ പ്രതീക്ഷയില്ലായ്മ. സംടൈംസ് നമുക്കും അങ്ങനെയാണ്. ചില സമയങ്ങളിലൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയവും പ്രതീക്ഷയില്ലായ്മയൊക്കെ വരും. ചെയ്താൽ നടക്കുമോ? ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥ വരും. ബട്ട് ഇവിടെ മലാല അതിനെ ക്വൈറ്റ് ഓപ്പോസിറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. വിച്ച് മീൻസ് വാട്ട് എവർ ഹാപ്പൻഡ് ഇൻ ഹെർ ലൈഫ്, ഷീ ടുക്ക് ദോസ് തിങ്സ് ഇൻ എ പോസിറ്റീവ് വേ, ഇൻ എ പോസിറ്റീവ് മൈൻഡ്. അത് വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തേക്കുന്നത്. വളരെ ഏറ്റവും വിഷമമേറിയ സാഹചര്യത്തെ, ആ സാഹചര്യത്തിനെ എന്ത് ചെയ്തു? ഓവർകം ചെയ്തിട്ട്, സർവൈവ് ചെയ്ത് നിന്നുകൊണ്ട് കഴിഞ്ഞു പോയ സാഹചര്യത്തിലൂടെ നോക്കിക്കാണുന്നത് ഇങ്ങനെയാണ്. ആ സാഹചര്യത്തിലൂടെ തന്നിലെ വീക്ക്നെസ്സും ഫിയറും ഹോപ്പ്ലെസ്നെസ്സും മലാലയ്ക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? കൊന്ന് അല്ലെങ്കിൽ നശിപ്പിച്ച് കുഴിച്ചിടുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ സ്ഥാനത്ത്, അതായത് പരാജയത്തിൻ്റെ സ്ഥാനത്ത്, ഭീതിയുടെ സ്ഥാനത്ത്, ഹോപ്പ്ലെസ്നെസ്സിൻ്റെ പ്ലേസിൽ ഷീ റീപ്ലേസ്ഡ് വിത്ത് സംതിങ് എൽസ്. വേറെ എന്തിനെ കൊണ്ട് അവിടെ വച്ചു? എന്താ വച്ചത്? സ്ട്രെങ്ത്, പവർ ആൻഡ് കറേജ്. 3 വസ്തുക്കളാണ് അവിടെ കൊണ്ടുവച്ചത്. അതായത് ശക്തി, മാനസിക ധൈര്യം, ബലം ആൻഡ് കറേജ്. കറേജ് എന്ന ധീരത. ഈ ഏതാണ്ട് സെയിം വേർഡ്സ് ആണ്, നമുക്കൊരു സിനോണിംസ് ആയിട്ട് പറയാൻ സാധിക്കും. എനിവേ, ശക്തി, ധൈര്യം, ധീരത അല്ലെങ്കിൽ ബലം, അതായത് മാനസികമായിട്ടുള്ള തരത്തിലാണ് ഇവിടെ പറയുന്നത്. ഒരു മാനസിക ധൈര്യം എനിക്ക് അവിടെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിച്ചു. പ്ലീസ് റിമെമ്പർ, വെൻ എ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ബൈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ എഴുതാൻ സാധിക്കും. വീക്ക്നെസ്സും ഫിയറും ഹോപ്പ്ലെസ്നെസ്സും നശിച്ചിട്ട് ആ ഭാഗത്ത്, ആ സ്ഥാനത്ത് സ്ട്രെങ്ത്, പവർ, കറേജ് ആണ് എന്ത് ചെയ്തത്? മലാല കൊണ്ടുവച്ചത്. വേർ ബോൺ, അതിൽ നിന്നും ഉയർന്നു വന്നു. ഐ ആം ദ സെയിം മലാലെ. ഞാൻ ആരാ? നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആ മലാല തന്നെയാണ്. മലാലയായി നിൽക്കുകയാണ്. മൈ ആംബിഷൻസ് ആർ ദ സെയിം. എൻ്റെ ആംബിഷൻസിന് ഒരു മാറ്റവുമില്ല. മൈ ഹോപ്സ് ആർ ദ സെയിം. എൻ്റെ ഹോപ്സ് സ്റ്റിൽ ദ സെയിം ഹോപ്പ് ദാറ്റ് ഐ ഹാഡ് ബിഫോർ ഐ വാസ് ഷോട്ട് ബൈ ദ താലിബാൻ. താലിബാൻ എന്നെ വെടിവെക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ആ ആംബിഷൻസും ഹോപ്സും തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. ആൻഡ് മൈ ഡ്രീംസ് ആർ ദ സെയിം. എൻ്റെ ലക്ഷ്യങ്ങളും ഇപ്പോൾ അത് തന്നെയാണ്. ദർ ഇസ് നോ ചേഞ്ച് അറ്റ് ഓൾ. ഷീ മൂവ്സ് ഓൺ. Dear sisters and brothers, I am not against anyone. Neither I am here to speak in terms of personal revenge against the Taliban or any other terrorist group. I am here to speak for the right of education for every child. I want
education for the sons and daughters of the Taliban and all the terrorists and extremists. See, അവളുടെ മലാലയുടെ നല്ലൊരു മനസ്സിനെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ. വളരെ വേർച്വസ് ആയിട്ടുള്ള, വളരെ നല്ലൊരു ബിലീവറായിട്ടുള്ള ഒരു മലാലയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെ കൈൻഡായിട്ടുള്ള മലാലെ. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് എനി വൺ. ഇത്രയും വീഡിയോ എനിക്ക് ഉണ്ടായി, അല്ലെങ്കിൽ ഇത്രയും വിഷമങ്ങൾ ഞാൻ അനുഭവിച്ചു. ബട്ട് പറയുകയാണ്, ഞാൻ ആർക്കും എതിരല്ല, ഞാൻ ആരെ എതിർക്കാനായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. ഞാനിവിടെ സംസാരിക്കുന്നത് ആരോടുമുള്ള ഒരു പേഴ്സണൽ റിവെഞ്ച്, വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ടോ ടാലിബാനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവാദ ഗ്രൂപ്പിനെതിരായിട്ടോ അല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ഐ ആം ഹിയർ ടു സ്പീക്ക് ഫോർ ദ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ എവറി ചൈൽഡ്. പ്ലീസ് റിമെമ്പർ, പ്ലീസ് അണ്ടർലൈൻ ദീസ് വേർഡ്സ് ഇൻ യുവർ മൈൻഡ്. നിങ്ങളത് മൈൻഡിൽ ഇങ്ങനെ അടിവരയിട്ട് വെച്ചേക്കുക. ദിസ് ഈസ് ആക്ച്വലി ദ കോർ ഓഫ് ഓർ ദ എസൻസ് ഓഫ് ഹർ സ്പീച്ച്. ഐ ആം ഹിയർ ടു സ്പീക്ക് ഫോർ ദ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ എവറി ചൈൽഡ്. അപ്പോൾ ഈ ഒരു പ്രസംഗം വളരെ എസൻസ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ, അതിൻ്റെ എസൻസ് നമ്മളിങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ, മലാല എന്തിനാണ് പ്രസംഗിച്ചത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കോർ ഓഫ് മലാല സ്പീച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്: ഷീ സ്റ്റുഡ് ദെയർ, ഷീ സ്പോക്ക് ദെയർ ഫോർ ദ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ എവറി ചൈൽഡ്. ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് മലാല അവിടെ സംസാരിച്ചത്. ഓക്കെ, ഐ വാണ്ട് എഡ്യൂക്കേഷൻ ഫോർ ദ സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. അപ്പോൾ താലിബാൻ തന്നെ ആക്രമിച്ച താലിബാൻ സൈന്യത്തിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ, അതായത് അവരുടെ സൈന്യത്തിൻ്റെ മക്കളുടെ ആൺമക്കളുടെയും പെൺമക്കളുടെയും വിദ്യാഭ്യാസത്തിനും കൂടി വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആൻഡ് ഓൾ ദ ടെററിസ്റ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്. മാത്രമല്ല എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും, അല്ലെങ്കിൽ എല്ലാ തീവ്രവാദികളുടെ അവരുടെ മക്കൾക്കും അവർക്കും അവരുടെ വിദ്യാഭ്യാസം, സംടൈംസ് അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, ശരിയായ വിദ്യാഭ്യാസം, ശരിയായ നോളജ്, ശരിയായ എഡ്യൂക്കേഷൻ ലഭിക്കാത്തത് കൊണ്ടാണ് മനുഷ്യരെന്തായിട്ട് മാറുന്നത്, ടെററിസ്റ്റായിട്ട് അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റായിട്ട് ഒക്കെ മാറുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തായാലും പുറത്തൊക്കെ ആയാലും ഒത്തിരി തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. മേ ബി അവർക്ക് ലഭിച്ച അറിവ്, തെറ്റായ ഒരു അറിവ് അല്ലെങ്കിൽ തെറ്റായ ഒരു വിവരം ലഭിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ആകുന്നത്. സോ മലാല പറയുകയാണ്, റൈറ്റ് എഡ്യൂക്കേഷൻ, ശരിയായ വിദ്യാഭ്യാസം എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും തീവ്രവാദികൾക്കും ലഭിക്കണം, അവരുടെ മക്കൾക്ക്, ആൺമക്കൾക്കും പെൺമക്കൾക്കും ലഭിക്കുവാനായിട്ടാണ് താൻ ഇവിടെ നിൽക്കുന്നത്. ഷീ moves on. I do not even hate the Talib who shot me. Even if there was a gun in my hand and he was standing in front of me, I would not shoot him. This is the compassion I have learned from Muhammad, the Prophet of Mercy, Jesus Christ and Lord Buddha. This is the legacy of change I have inherited from Martin Luther King, Nelson Mandela and Muhammad Ali Jinnah. അപ്പോൾ മലാലയുടെ ആ ഒരു നന്മ മനസ്സിനെയാണ് നമ്മൾ കാണുന്നത്. മലാല പറയുക, തന്നെ വെടിവെച്ചിട്ട് ആ ടാലിബിനോട് പോലും തനിക്ക് ഒരു വെറുപ്പില്ല, ഒരു ദേഷ്യവുമില്ല. മാത്രമല്ല, ഒരു പക്ഷേ തൻ്റെ മുമ്പിൽ ആ ടാലിബ് നിൽക്കുകയാണ്, തൻ്റെ കൈകളിൽ ഗണ്ണുണ്ട്, തനിക്ക് വെടിവെക്കാനുള്ള അവകാശം ആ സമയത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഗണ്ണുണ്ട്, തന്നെ വെടിവെച്ചിട്ട് ടാലിബ് തൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യില്ല, ഷീ വുഡ് നോട്ട് ഷൂട്ട് ഹിം. മലാല ഷൂട്ട് ചെയ്യില്ല, വെടിവെക്കില്ല. ബിക്കോസ് മലാല അത്തരത്തിലുള്ളൊരു പാഠം പഠിച്ചിട്ടില്ല. ദിസ് ഈസ് ദ കമ്പാഷൻ ഐ ഹാവ് ലേൺ. താൻ പഠിച്ചത് എന്താണ്? താൻ പഠിച്ച കമ്പാഷൻ മീൻസ് കൈൻഡ്നെസ് ഓർ മേഴ്സിഫുൾനെസ്. അപ്പോൾ താൻ പഠിച്ച സഹാനുഭൂതി അല്ലെങ്കിൽ കൈൻഡ്നെസ് എന്ന് പറയുന്നത് മുഹമ്മദ് പ്രോഫറ്റ് ഓഫ് മേഴ്സി, മുഹമ്മദ് പഠിപ്പിച്ചതും ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ചതും ലോർഡ് ബുദ്ധ പഠിപ്പിച്ച കമ്പാഷനാണ് തനിക്കറിയാവുന്നത്. ദിസ് ഈസ് എ ലെജസി മീൻസ് പൈതൃകം, പാരമ്പര്യം. ഞാൻ പഠിച്ച പാരമ്പര്യം, ഞാൻ വന്ന ആ ഒരു പൈതൃകം, എൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് മാർട്ടിൻ ലൂതർ ഇവിടെ നൽകിയിട്ട് പോയ ആ ഒരു ലെജസി, നെൽസൺ മണ്ടേല ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ട് പോയ ആ ലെജസിയും, മുഹമ്മദ് അലി ജിന്ന, അതായത് ഫാദർ ഓഫ് പാകിസ്ഥാൻ ആയ മുഹമ്മദ് അലി ജിന്ന ഇവിടെ അവശേഷിപ്പിച്ച് പോയ ആ പൈതൃകവും പാരമ്പര്യവുമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, ഞാൻ പഠിച്ചിട്ടുള്ളത്. സോ ഞാനൊരിക്കലും ക്രൂരത അല്ലെങ്കിൽ റിവഞ്ച്, വൈരാഗ്യം അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. സോ ഞാൻ എന്ത് ചെയ്യില്ല, എൻ്റെ മുമ്പിൽ ആ ടാലിബ് വന്ന് നിന്നാൽ പോലും, എന്നെ വെടിവെച്ചിട്ട ടാലിബ് വന്ന് നിന്നാൽ പോലും, എൻ്റെ കൈകളിൽ തോക്കുണ്ടെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തെ വെടിവെക്കുകയില്ല. So that shows her virtuous mind, her good mind. This is the philosophy of non-violence that I have learned from Gandhi, Bachakhan and Mother Teresa. Then she refers some other leaders like Gandhiji, Bachakhan. അപ്പോൾ അവരെല്ലാം വെച്ചുകൊണ്ട്, മദർ തെരേസയെ വെച്ചുകൊണ്ട് പറയുവാണ്, ഇവരിൽ നിന്നെല്ലാം ഞാൻ പഠിച്ച ആ ഒരു ദാർശനികത്വം അല്ലെങ്കിൽ തത്വം എന്ന് പറയുന്നത് നോൺ വയലൻസ് ആണ്. നോൺ വയലൻസ്, അക്രമരാഹിത്യമായിട്ടുള്ള ഒരു പാഠമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ദിസ് ഈസ് ദ ഫിലോസഫി ഓഫ് നോൺ വയലൻസ് ദാറ്റ് ഐ ഹാവ് ലേൺ ഫ്രം ഗാന്ധി, ബെച്ചക്കൻ ആൻഡ് മദർ തെരേസ.
മദർ തെരേസയിൽ നിന്നും, ബെച്ചാക്കാലിൽ നിന്നും, മഹാത്മാഗാന്ധിയിൽ നിന്നും ഞാൻ പഠിച്ച പാഠം അല്ലെങ്കിൽ ദർശനം, തത്വം എന്ന് പറയുന്നത് നോൺ വയലൻസ് എന്ന തിയറിയാണ്. അക്രമരാഹിത്യമായ, സമാധാനപരമായിട്ടുള്ള, അക്രമരഹിതമായ ഒരു ദർശനമാണ് ഞാൻ അവരിൽ നിന്നും പഠിച്ചത്. ആൻഡ് ദിസ് ഇസ് ദ ഫോർഗീവ്നെസ് ദാറ്റ് ഐ ഹാവ് ലേൺ ഫ്രം മൈ ഫാദർ ആൻഡ് ഫ്രം മൈ മദർ. എൻ്റെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ഞാൻ പഠിച്ച ക്ഷമയുടെ പാഠമെന്ന് പറയുന്നത് അതാണ്. ഫോർഗീവ്നെസ്, ക്ഷമിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്നുള്ള പാഠമാണ് ഞാൻ അവരിൽ നിന്നും, പാരൻസിൽ നിന്നും പഠിച്ചത്. ദിസ് ഈസ് വാട്ട് മൈ സോൾ ഈസ് ടെല്ലിങ് മീ. എൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. ബി പീസ്ഫുൾ ആൻഡ് ലവ് എവരി വൺ. സമാധാനത്തോടെ ഇരിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. ഇതാണ് എൻ്റെ ആത്മാവ് എന്നോട് ഓരോ നിമിഷവും അനുനിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഐ ആം നോട്ട് ഇൻ എ പൊസിഷൻ ടു ടേക്ക് റിവെഞ്ച് അഗെയിൻസ്റ്റ് എനിവൺ. ഐ ആം ഹിയർ ടു സ്പീക്ക് ഫോർ ദ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് എവറി ചൈൽഡ്. നേരത്തെ പറഞ്ഞ അതേ സെൻറ്റൻസാണ് ഞാനിപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്തത്. സോ ഞാനിവിടെ ആരെയും എതിർക്കുവാനോ വൈരാഗ്യത്തോടെ പ്രതികരിക്കുവാനോ അല്ല. ഞാനിവിടെ നിൽക്കുന്നത് ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസ അവകാശ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. So students, I would like to stop here. In the next class we can continue. So have a nice learning day. Bye.